ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ദൈവബലി നമ്മൾ കാണുന്നുണ്ട്. 3 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈശോ മലമുകളിലേക്ക് പോകുന്നത്. ശിഷ്യന്മാർ ഈശോയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എങ്കിലും ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളോ ഒക്കെ പൂർണ്ണമായി ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും ഉള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസരാഹിത്യം അവിടുന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എന്നൊക്കെ. വിധവയുടെ മകനെ ഉയർപ്പിച്ചപ്പോഴും ജൈറോസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും ശിഷ്യന്മാർക്ക് അതൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ തോന്നിയിട്ടുള്ളൂ. അവരിൽ ഇത്തിരിയെങ്കിലും ബോധ്യം വന്നത് മരിച്ച് 4 ദിവസത്തിന് ശേഷം ലാസറിനെ ഉയർപ്പിച്ചപ്പോഴാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഉദ്ധാന രഹസ്യം ഉൾക്കൊള്ളാനുള്ള വിശ്വാസബലം അവർക്ക് നേടിക്കൊടുക്കണമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ഉദ്ധാന രഹസ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും ബോധ്യവുമായിരുന്നു ഈശോയുടെ രൂപാന്തരീകരണം. ഇനി അവരെവിടേക്കാണ് പോയത്? മലമുകളിലേക്ക്, അല്ലേ? വിശുദ്ധ ഗ്രന്ഥത്തിൽ മലകൾക്ക് പ്രാർത്ഥനയുമായി ബന്ധമുള്ളതായി കാണാം. മോശയുടെ സീനായ് മലയാണെങ്കിലും ഏലിയായുടെ ഹൊരേബ് മലയാണെങ്കിലും രൂപാന്തരീകരണം നടന്ന ഈശോയുടെ താബോർ മലയാണെങ്കിലും. ഇനി ആരൊക്കെയാണ് രൂപാന്തരീകരണ വേളയിൽ ഈശോയോടൊപ്പം ഉണ്ടായിരുന്നത്? മോശയും ഏലിയായും. എന്താണ് ഇവർ തമ്മിലുള്ള സാമ്യത? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഇവർ 3 പേരും 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചവരാണ്. 3 പേരും ദൈവസാന്നിധ്യം കൂടെയുള്ളവർക്ക് പകർന്നു നൽകിയവരുമാണ്. അതോടൊപ്പം ഈ 3 പേരും പുറപ്പാട് അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുമുണ്ട്. ഇതുകൂടാതെ ഇവർക്ക് ഓരോ സവിശേഷത കൂടിയുണ്ട്. മോശ നിയമഗ്രന്ഥങ്ങളുടെ പൂർത്തീകരണമാണ്. ഏലിയ പ്രവാചക ഗ്രന്ഥങ്ങളുടെയും, ഈശോയാകട്ടെ സ്നേഹവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോൾ നിയമവും പ്രവാചകനും സ്നേഹവും ഒരുമിച്ച് സമ്മേളിക്കുന്നത് എവിടെയാണ്? ദിവ്യബലിയിൽ, അല്ലേ? താബോർ മലയിൽ ട്രാൻസ്ഫിഗറേഷൻ, അതായത് രൂപാന്തരീകരണം സംഭവിച്ചതുപോലെ ഓരോ ദിവ്യബലിയിലും ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ, അതായത് ഉയർത്തപ്പെടുന്ന ദിവ്യകാരുണ്യം ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി സത്താമാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വചനഭാഗം നമ്മുടെ ആഹ്വാനം ചെയ്യുന്നത് പോലെ ശിഷ്യന്മാരെ പോലെ വിളി സ്വീകരിച്ച് നമുക്കും ദേവാലയമായ മലമുകളിലേക്ക് കയറിപ്പോകാം. ദിവ്യബലിയായ രൂപാന്തരീകരണത്തിന് സാക്ഷികളാകാം. പ്രകാശിതരായി അനേകർക്ക് പ്രകാശമാകാം. ഒരു നല്ല ഞായറാഴ്ച നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.